ഇന്ന് തിങ്കളാഴ്ച ഉച്ചക്ക് 11 മണിക്ക് ശേഷമാണ് ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ മണി പ്ലാന്റ് കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള 2 ചെറിയ പീസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പുറത്തുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ശംഖുപുഷ്പം നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര നോക്കിയിട്ടും അതുമൊന്നൊരു പീസ് എടുക്കാൻ കിട്ടിയിട്ടുണ്ടായില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബിരിയാണി ഓല അത്യാവശ്യം നന്നായിട്ട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് വെച്ചതാണ്, ഇപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ എൻ്റെ പേര് ഞാൻ ബിരിയാണി ഓല എന്നാണ് പറയുന്നത്. എൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് തപ്പിയതിന് ശേഷം ഒരു ചെറിയൊരു പീസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ തൽക്കാലം ഞാനൊരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം ശരിയാക്കി സെറ്റ് ചെയ്ത് വെക്കാൻ. 2-3 ദിവസം മുന്നേ കൊടുന്ന് വെച്ച പൈനാപ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേട് വന്ന് തുടങ്ങി. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയായിരുന്നു പൈനാപ്പിൾ കട്ടിങ്. എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. എനിക്ക് കയ്യിനൊരു കവർ വേണമെന്നുള്ളൂ, എങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ആകെ ഈച്ചയൊക്കെ വന്നു തുടങ്ങി. കണ്ടാൽ തന്നെ അറിയാം ഇത് പുറത്ത് വെച്ചത് കാരണം പെട്ടെന്ന് നശിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായി. എനിക്കൊരു 2-3 മിനിറ്റ് മതി ഈ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ ഞാൻ പരിപാടി തീർക്കുന്ന ഏറ്റവും സിമ്പിളായിട്ട് തീർക്കുന്ന ഒരു പരിപാടിയാണ് പൈനാപ്പിൾ കട്ടിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ലൊരു പീസ് തന്നെ കേട് വന്ന് പോയിട്ടുണ്ടായി. അത് ഞാൻ അവിടുന്ന് മുറിച്ച് മാറ്റി കളഞ്ഞ് അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ബ്ലോഗ് ഇടാൻ കാരണം വേറൊന്നുമല്ല, എനിക്ക് ഫേസ് കാണിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നമ്മളെല്ലാം ബ്ലോഗിൽ പെടുത്തേണ്ട, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ഉച്ചക്കത്ത് മാത്രം ഒരു കുഞ്ഞു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി അങ്ങോട്ടുള്ള ബ്ലോഗിൽ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ച് വരുന്നുള്ളൂ. ഓരോന്നും നോക്കിയും കണ്ടൊക്കെ പഠിച്ച് പതുക്കെ ഇങ്ങനെ ചെയ്യണം. വീട്ടിൽ ആരും ഇല്ലാത്തിപ്പോൾ ഒരു ബോറിങ് ആയപ്പം എന്നൊരു രസത്തിന് വേണ്ടി ചെയ്യണതാണ്. നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് ചെറിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ആവശ്യമുള്ളവർക്കത് വേണ്ടപ്പോൾ കഴിച്ചാൽ മതിയല്ലോ. പുറത്തായി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുന്ന് വന്നു കഴിഞ്ഞാൽ ഈച്ച എല്ലാവർക്കും ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. കട്ട് ചെയ്ത പീസൊക്കെ ഞാൻ ചെറിയ പാത്രത്തിലാക്കി എല്ലാം ഒരു പാത്രത്തിലാക്കി ഇങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അതിന് ശേഷം ലഞ്ചിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കുള്ളത് കാരണം ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുക. ഇന്നെന്തായാലും 2 നേരത്തേക്കുള്ളത് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അധികം ഞാൻ രാത്രിക്കൊക്കെ വേറെയും ഉച്ചക്കൊക്കെ വേറെയാണ് ഉണ്ടാക്കാറ്. ഇന്ന് പൈപ്പിൽ വെള്ളമില്ല, ലൈൻ വെള്ളം നിന്ന കാരണം നമുക്ക് ഒരുപാട് വെള്ളത്തിലിട്ട് കളിക്കണ പരിപാടിയില്ല. എല്ലാം പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ നല്ലൊരു പണി കിട്ടും. ചിലപ്പോൾ ഇന്ന് തന്നെ വരും, ചിലപ്പോൾ 2 ദിവസമൊക്കെ പിടിക്കും ലൈൻ വെള്ളം നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഉള്ളത് പെട്ടെന്ന് ചെയ്ത് പരിപാടി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉച്ചക്ക് ലഞ്ചിന് ഞാൻ ഉണ്ടാക്കാൻ പോണ കോവക്ക ഉപ്പേരിയാണ്. ഞാൻ ഈ പാത്രം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 250 രൂപയ്ക്ക് ഇങ്ങനത്തെ 6 പീസ്. ഭയങ്കര ഉപകാരമായിട്ടുള്ളൊരു സാധനമാണ് കിച്ചണിലേക്കല്ല ഫ്രിഡ്ജിലേക്കുള്ള ഇങ്ങനത്തെ പച്ചക്കറി വെക്കാനും അങ്ങനത്തെ ഇതിനൊക്കെ സിമ്പിളായിട്ട് നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ടത്. മറ്റേത് എല്ലാ പാത്രങ്ങളും ഇങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ കിച്ചൺ ഒരുമാതിരിയായിരുന്നു. കിച്ചണല്ല, ഫ്രിഡ്ജ്. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഒരു 6 പീസ് ഉണ്ട്. അപ്പം തക്കാളി, പച്ചമുളക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അതിലേക്ക് വെക്കാം. എന്തായാലും ഞാനിത് അരിഞ്ഞ് പെട്ടെന്ന് പണി തീർക്കട്ടെ.
എല്ലാം അരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മുന്തിരി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ മുന്തിരി ജ്യൂസൊക്കെ കുടിക്കുക എന്ന് വിചാരിച്ച്, മുന്തിരി ജ്യൂസല്ല മുന്തിരി സോഡ കുടിക്കാമെന്ന് വിചാരിച്ച്, എല്ലാം കൂടി അത് കാണിക്കേണ്ടല്ലോ, സിമ്പിളായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ മുന്തിരി എടുത്ത് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ജ്യൂസ് അടിക്കുക. മറ്റേത് കേടുവന്ന് പോകും. ഇതാകുമ്പോൾ ഒരുപാട് ദിവസം നിൽക്കും ചെയ്യും, ഒരുപാട് ജ്യൂസും കിട്ടും. ഞാനിപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ഞാൻ എടുത്ത് ആവശ്യത്തിനുള്ളത് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ കറിക്കുള്ളത് കൂടി എടുക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് ചെയ്താൽ പിന്നെ പെട്ടെന്ന് ഒന്നിച്ച് കിച്ചണിൽ ഒരുമിച്ച് ചെയ്യാമല്ലോ, എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചാലെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ചെറിയ ഉള്ളി ചെറുതാക്കി പീസാക്കി ആവശ്യത്തിനുള്ളത് അരിഞ്ഞെടുത്ത് അതുപോലെ തന്നെ തക്കാളി ചെറിയ പീസുകളായി അരിഞ്ഞിട്ടുണ്ട്. ഈ പപ്പടം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഇത് കണ്ടായിരുന്നു, പപ്പടത്തിൻ്റെ കറി ഉണ്ടാക്കണേ. അപ്പോൾ അതിനാവശ്യമുള്ള പപ്പടം ചെറിയ പീസാക്കി കണ്ട് മുറിച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ചാക്കി. അതുപോലെ തന്നെ 2 ചട്ടി അടുപ്പത്ത് ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ പണി ചെയ്യുന്നത്. എന്നാൽ പിന്നെ പെട്ടെന്ന് പരിപാടി തീരുമല്ലോ. ഒരുപാട് നേരം ഇട്ട് ഓരോന്ന് എടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഒന്നിൽ ചെറിയുള്ളി എടുത്ത് മൂപ്പിക്കുന്നുണ്ട്, മറ്റേതൊരു പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ടും എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പപ്പടക്കറി ഉണ്ടാക്കുന്നത്. നിങ്ങളും ഈ കറി ആദ്യമായിട്ടാണോ കാണണമെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പപ്പടം ഞാൻ ആദ്യം ഓൾറെഡി എന്നെ മുറിച്ച് റെഡിയാക്കി വെച്ചത് കാരണം പെട്ടെന്ന് ഓരോന്നോരോന്നിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായി. പപ്പടം പൊരിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഇട്ടിട്ട് അതും ചെറിയുള്ളി നന്നായിട്ട് മൂത്ത ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ വേണം. പൊടികളായിട്ട് ഇടുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പാണ്. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്ക് കുറച്ച് പുളി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി പുളി പിഴിയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, വേറൊന്നുമല്ല. പപ്പടം ആയതുകൊണ്ട് തക്കാളിയുടെ പുളി തന്നെ ധാരാളം മതിയാവും. എന്തായാലും ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം നന്നായിട്ട് വെച്ച് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പപ്പടം ഇട്ട് വേവിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക.